അപ്പോൾ ഹലോ, രാവിലെ നീച്ചേക്കിന് മാമൻ്റെ 3-4 മിസ് കോളുണ്ട്. ഞാൻ നേരെ തിരിച്ചടിച്ച് നോക്കി. അപ്പോൾ നേരെ പുറത്തേക്ക് പോയോ എന്നൊരു പുറത്താണ്. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതൊരു ഹെൽമെറ്റും റെയിൻകോട്ടും കൂടി എടുത്ത് പുറത്തേക്ക് പോയോ. അപ്പോൾ ഞാൻ കേട്ട പാതി കേൾക്കാത്തത് ഞാൻ സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഞാനും മാമനും ഒരേ ഡ്രസ്സ് എടുക്കുന്നത്, സെയിം കളർ സെയിം ബ്രാൻഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എനിക്കറിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മാമോട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നത്. അപ്പോഴാണ് പറഞ്ഞത് അട്ടപ്പാടി ഷോളയൂർ പറഞ്ഞൊരു ഗ്യാപ്പുണ്ട്, നമുക്കിന്ന് അവിടെ നിന്ന് പോകാം. ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റോഡുണ്ട്. ആ റോഡിന് പോയി കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഒരു തിരക്ക് ഇതൊന്നുമില്ലാത്തൊരു ശ്രമിക്കാനുള്ള നല്ലൊരു സ്പോട്ടുണ്ട് അവിടെ. അപ്പം അതുകൂടി കണ്ടിട്ട് എന്തായാലും നമുക്ക് പോവാം. ഇതാണ് ആ സ്പോട്ട്. അപ്പോൾ ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇങ്ങനെയല്ല, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നേരെ കിടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒന്നും കടന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കളിച്ചു തരാമെന്ന് കരുതിയിട്ട് ഇവിടെ വെറുതെ ഇറങ്ങിയതാണ്. ഇതാണ് ചെറിയൊരു വ്യൂ. ഇതാണ് ഇവിടെ നിന്നല്ല, അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എന്തായാലും നമ്മൾ ഇറങ്ങുന്നില്ല, നമുക്ക് വേറെ വീടുന്നത് കാണാം. അപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റായി വരുന്നത് നമ്മൾ മണ്ണാർക്കാട് പാലം കഴിഞ്ഞിട്ട് തെങ്കര ബൈപ്പാസിന് കയറിയ അവിടെ ഒരു ക്ഷേത്രം കാണാം. ഇവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ പോണ വഴിക്കൂടെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. ഇനി സംഭവം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആ മല നോക്കിയപ്പോൾ കറക്റ്റ് കാണാം. ആ മല കണ്ടിട്ട് അവിടുത്തെ ബോർഡ് വായിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ആനക്കട്ടി എന്നാണ്. നമ്മൾ ഇതുകൊണ്ട് എന്തുകൊണ്ടാ പേര് വന്നിട്ടൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മളെ ചുരത്തിൽ പോയി. ഇപ്പം ചുരം കാണാൻ ഭയങ്കര രസം കേട്ടോ. കഴിഞ്ഞ വരവിനൊക്കെ ഭയങ്കര ഉണങ്ങി പിടിച്ചിട്ട് ആ മരത്തിൻ്റെ ഇലയൊക്കെ ആക്കി ഉണങ്ങിയിട്ട് രസം ഉണ്ടായിരുന്നില്ല. ഇപ്പം കാണുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ 10ാം വളവൊക്കെ എത്തി. അവിടെ ഇപ്പോൾ പുതിയ ആർട്ട് പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നു, മറ്റേ മതിൽമ കൂടെയൊക്കെ. അതെന്തായാലും അങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സ്റ്റോറിയൊക്കെ ഇടാനുള്ള കുറച്ച് 2 പിക്കൊക്കെ എടുത്തു. അങ്ങനെ ചുരം കഴിഞ്ഞു. അപ്പോഴാണ് ഭയങ്കര ദാഹം. ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കരുത്. അങ്ങനെ കരിമ്പ് ജ്യൂസ് തന്നു. അത് തരുമ്പോൾ അവൻ്റെ ഒരു നോട്ടുണ്ടായിരുന്നു, ഏതാടാ ഇതിൽ അതാക്കറ മനസ്സിലായി. അങ്ങനെ ജ്യൂസും കുടിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അങ്ങനെ നമ്മൾ നരസിംഹത്തിലെത്തി. നരസിംഹക്ക് നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ പെട്ടെന്ന് ഓടിയൊരു ഐഡിയ ആണ്. ഞങ്ങൾക്ക് വൈകുന്നേരമായിരുന്നു ഷോളയൂർ പോകേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു ടൈമാണ് ഒരു വൈബ്. അപ്പോൾ ഞങ്ങൾ നേരെ നരസിംഹത്ത് കയറി. ഇവിടുന്ന് നമുക്ക് ശരിക്കും നോക്കിയാൽ 360 ഡിഗ്രിയിൽ എല്ലാ വിഷ്വലും കാണാം. സംഭവം നമുക്കിത് ആ സൈഡ് അവിടെയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങോട്ടും നമ്മൾ പോകണില്ല, കാരണം കുറച്ച് ലോങ്ങാണ്. വെറുതെ നടന്ന് കിടക്കും. അപ്പം നമ്മൾ പോകണില്ല. നമ്മൾ കുറേ വട്ടം പോയതാണ് അവിടെ. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ പോകാൻ നിന്നു. അപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് കയറി. കയറിയിട്ട് നിസ്കാരം കയറിയപ്പോൾ വെറുതെ ഒന്ന് കിടന്നു. നീച്ചിട്ട് സമയം നോക്കുമ്പോഴാണ് 3:30 ആയിക്കണു. അങ്ങനെ വണ്ടി പാഞ്ഞ് പെട്ടെന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത മെയിൻ ലൊക്കേഷനായ ഷോളയൂർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഷോളയൂർ പറയുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് കാണാൻ അടിപൊളി സ്ഥലമാണ്. ഒരു എന്താ പറയുക, അടിപൊളി വിഷ്വലാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാലങ്ങളുണ്ട്. പാലങ്ങൾ പറയുമ്പോൾ നമ്മളെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, പട്ടികേൻ്റെ ഉണ്ടാക്കിയതുണ്ട്, മോളേൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ തൂക്കുപാലങ്ങളാണ്. അതേപോലെ നമ്മളെ എന്താ പറയുക, ഏണിന്നല്ല, എന്താ സാധാ കോണിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ പാലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും വിൻറ്റേജ് പാലം സംഭവം ഇതുമ്പോൾ കയറിയിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ ചെറിയ പേടിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ സേഫ്റ്റി ഒന്നും ഇല്ല പാലം. കാണാനും സംഭവിച്ചാലൊക്കെ അടിപൊളിയാണ്. ഇത് കെട്ടിക്കണ കയറുണ്ടെങ്കിൽ അറിയാം എന്തുകൊണ്ടാണ് കെട്ടിക്കണെന്ന്. അത്രയും വലിയ സേഫ്റ്റി ഒന്നും ഇല്ല, എന്നാലും സംഭവം അടിപൊളിയാണ്. നല്ല ഉറപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. ഓ, ഇത് സംഭവം ഇല്ലേ, കുഴപ്പമില്ല, പോരെ, സീനൊന്നുമില്ല, പേടിച്ചായിരുന്നാ മതി. ഇല്ലല്ലോ, പോന്നോ, സീനില്ല. ഇവിടെ എത്തിയാൽ പിടിച്ചുണ്ട്. ഇവിടേക്ക് എത്തിയാലൊക്കെ ഈ വളമ പിടിച്ചു വരാം. ആദ്യം നമുക്ക് കയറാൻ ആരെയും നമുക്ക് നല്ല പേടിയുന്നു. പിന്നെ ഇപ്പോൾ എക്സ്പേർട്ട് ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ സേഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നു. ഇതൊക്കെ നമ്മൾ പോണ റൂട്ടിലെ കാഴ്ചകളാട്ടോ. ഇന്നുണ്ട് വേറെയും കുറേ പാലമൊക്കെ ഉണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള വേറൊരു പാലമുണ്ട്. അത് കുറച്ച് റിസ്ക്കാണ്. അതിൻ്റെ
ഇതാണ് ഞാൻ ആ പറഞ്ഞ കുറച്ച് അഡ്വഞ്ചർ കാലം. ഇത് മറ്റേ ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോണി വെച്ച പോലെയാണ് അപ്പുറത്ത് കിടക്കാൻ. കുറച്ച് റിസ്ക്കാണ്, കാലൊക്കെ എൻ്റെ വറച്ചിരുന്നു. മാതിരി ഇവിടുത്തെ കാറ്റാണ്. അപ്പോൾ ഇതാണ് മറ്റേ നമ്മൾ ഷോളേർക്ക് കടക്കുന്ന ഒരു ഗേറ്റ് എന്നൊക്കെ പറയാൻ ഇതാണ്. ഇതുകൂടെയാണ് ഷോളേർക്ക് കറക്റ്റ് പോവുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടുന്ന് നമ്മളെ മെയിൻ ലൊക്കേഷനായ ഷോളേർക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫോണിൽ ചാർജ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ റൂട്ടും മറ്റേ ഗ്രാമമൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ഷോളേര് മറ്റേ ജയിലറൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ആ ലൊക്കേഷൻ. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിറ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ലൊക്കേഷൻ അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഈ ഒരു കഫേയിൽ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇവിടെ മെയിനായിട്ട് ഈ ഒരു കാറ്റാടിപ്പാടം അവിടുത്തെ ഒരു മിൽമൻ്റെ ഷോപ്പ് ഉണ്ട്, അതും അടിപൊളിയാണ്. ഇവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ ഭയങ്കര തണുപ്പും, ഇവിടെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. അങ്ങനെ കുറച്ച് ഇരുട്ടായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കാഴ്ചയുണ്ട്. അങ്ങനെ ഇവിടെ പള്ളി പെരുന്നാളായ എന്താ പരിപാടിയാണ്, കറക്റ്റ് എന്താ പരിപാടി ഞങ്ങൾക്കറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കയറാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റൂലെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു ഇവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ. അപ്പോൾ പറഞ്ഞു എന്താ മക്കളെ കയറിക്ക് പറഞ്ഞു. നേരത്തെ പാടി കേൾക്കാതെ ഞങ്ങൾ എന്താണ് ഉള്ളിൽ കയറി. അങ്ങനെ ആ പള്ളി പെരുന്നാളും കൂടി ഞങ്ങൾ പെരയിൽ പോയി. അപ്പം ബൈ.